ഹായ് ഹലോ മക്കളെ, ഇവിടെ വന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങളുള്ളത് വയനാട് മാനന്തവാടിയിലത്തെ ഒരു അടിപൊളി പാർക്കിലാണ് കേട്ടോ. എത്ര കണ്ടാലും എത്ര പോയാലും മതി വരാത്ത നല്ലൊരു അടിപൊളി കോമാച്ചി പാർക്ക് എന്ന് പറയുന്ന നമ്മുടെ കുട്ടികളായിട്ടും ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാർക്കാണ് കേട്ടോ ഈ ഒരു പാർക്ക്. ഇത് നമ്മുടെ വയനാടാണ്, ദൂരെയൊന്നുമല്ല, നമ്മുടെ അടുത്ത സ്ഥലത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരും അതുപോലെ വണ്ടികളും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ എവിടെ എത്തി? നമ്മളിപ്പോൾ വയനാട് മാനന്തവാടിയിലുള്ള കോമാച്ചി പാർക്കിലാണ്. എങ്ങനെ ഉണ്ടാവല്ലേ, നമുക്ക് നോക്കല്ലേ? വ്യൂ അടിപൊളിയാണല്ലേ, ഒരു രക്ഷയില്ലല്ലേ. മാഷാ അല്ലാഹ്, മല, ആട് കേട്ടോ, കാണാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. പാർക്കിലെത്തിയപ്പോൾ നമ്മുടെ അസ്മേനെയും വാഹിദാനെയും അതേപോലെ ഐനുവിനെയൊന്നും കാണാൻ കിട്ടണില്ല കേട്ടോ. അവർക്ക് അത്ര എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ മക്കളെ. ഈ പാർക്കിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാനുള്ള സൗകര്യം പ്രത്യേകം അവർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്, അതൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലേ. അപ്പോൾ നമുക്ക് നേരത്തെ പോയാലും വൈകിയാലും ഒന്നും പേടിക്കാനില്ല കേട്ടോ. ഇവിടെ എല്ലാവിധ സൗകര്യത്തോടു കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പാർക്ക് ഇവരിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. വീണ്ടും വീണ്ടും നമുക്ക് മക്കളെയും ഫാമിലിനെയും അതുപോലെ തന്നെ ഫ്രണ്ട്സിനെയും ഒക്കെ കൂട്ടിയിട്ട് പോകാൻ തോന്നുന്നത് നല്ലൊരു അടിപൊളി പാർക്കാണ് കേട്ടോ ഈ ഒരു പാർക്ക്. സത്യം പറയാലോ, ഈ ഹെഡ്സെറ്റ് വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റായിട്ടാണ് കേട്ടോ ഇങ്ങനെ സംഭവം. ഇത് വിർച്വൽ റിയാലിറ്റി എന്ന് പറയും, VR ഹെഡ്സെറ്റാണിത്, മെറ്റാക്വസ്റ്റ് 3Sൻ്റെ. അപ്പോൾ ഇതിൽ നമ്മൾ നമുക്ക് ഗെയിംസ് കളിക്കാം, അതേപോലെ തന്നെ വീഡിയോസ് 360 വീഡിയോസ് കാണാം. ഇപ്പോൾ ജുറാസിക്, ഇപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ തരുന്ന ജുറാസിക് വേൾഡിൽ പോയിട്ട് ഡൈനോസേഴ്സിനെയൊക്കെ കാണാം 360യിൽ. അങ്ങനത്തെ ഒരു വ്യൂ ഉള്ള സാധനം. ഓക്കെ.
അടിപൊളിയാണ്. എല്ലാ വശത്തേക്കും തിരിഞ്ഞു നോക്കാം കേട്ടോ, ബേക്കോട്ടൊക്കെ കാണാം. ഇത് നമ്മുടെ VR റോളർ കോസ്റ്റർ ആണ് കേട്ടോ. ശരിക്കും നമ്മൾ റോളർ കോസ്റ്ററിൽ പോകുന്ന പോലത്തെ ഫീല് ഉണ്ടാവും നമുക്കിതിൽ പോയിട്ടുണ്ടെങ്കിൽ. ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കല്ല, ഒരു വാട്ടർ തീം പാർക്കല്ല, ഇതൊരു ഫോട്ടോ തീം പാർക്കാണ്. ഇത് നമുക്ക് ഫോട്ടോഗ്രാഫേഴ്സ്, ഇതിൻ്റെ എം ഡി തന്നെ ഫേമസ് ആയ ഒരു ഫോട്ടോഗ്രാഫറാണ്. മാധ്യമത്തിലൊക്കെ വർക്ക് ചെയ്ത ആളാണ്. എന്താ പേര്? അജീബ് കോമാച്ചിനാണ് അദ്ദേഹത്തിൻ്റെ പേര്. വളരെ ഫേമസ് ആയ ഫോട്ടോഗ്രാഫറാണ്. ഇതെല്ലാം വളരെ ഫേമസ് ആയ ഇൻ്റർനാഷണൽ ലെവലിൽ അവാർഡൊക്കെ കിട്ടിയ വിവിധ രാജ്യങ്ങളിലെ വിവിധ ഫോട്ടോഗ്രാഫർമാരെടുത്ത ഫോട്ടോസാണ്. കേരളത്തിലെ ആദ്യത്തെ ഫോട്ടോഗ്രാഫി തീം പാർക്കാണ്. വളരെ പ്രത്യേകതയുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഒന്ന്, 10 ഏക്കറും വീൽ ചെയർ ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ഡിസേബിൾ എന്നുള്ള ഇതിൽ എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പ്രകൃതിയോട് ഇണക്കിക്കൊണ്ടാണ് നമ്മൾ എക്കോ ഫ്രണ്ട്ലിയാണ് ബിൽഡിങ്സൊക്കെ. സോളാറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു 10 ഏക്കറേയും 10 സ്മെല്ല് സോണാണ്. അപ്പോൾ അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഒരു ബോട്ടണിക്കൽ ഗാർഡൻ തന്നെ ഒരുക്കിയിട്ടുണ്ട്. 2000 ചെടികൾ പൂമ്പാറ്റകൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതും ഒരു വിരുന്നായിരിക്കും. പിന്നെ 500ഓളം മരങ്ങൾ നമ്മൾ പക്ഷികൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പം ഒരു വയനാടിൻ്റെ തനിമയുള്ള ഒരു പ്രൊജക്റ്റാണ്. അതിന് പുറമെ നമ്മളെല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സാണ്. അപ്പോൾ ഫോട്ടോഗ്രാഫി പഠിക്കാനും റിസർച്ച് ചെയ്യാനൊക്കെ മ്യൂസിയം ഉണ്ട്, ഓഡിയോ വിഷ്വൽ തിയേറ്റർ ഉണ്ട്, എക്സിബിഷൻ സെൻറ്ററുകളുണ്ട്. ഒരു 5000 സ്ക്വയർ ഫീറ്റ് ഒക്കെ കേരളത്തിലെ ലാർജസ്റ്റ് ആണ്. പിന്നെ അതുപോലെ VR, വെർച്വൽ റിയാലിറ്റി, ഓഗ്മെൻറ്റ് റിയാലിറ്റി, ഒരു 200ഓളം ഫോട്ടോ പോയിന്റുകളുണ്ട്. ഫോട്ടോ എടുക്കാൻ പറ്റും. അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട്, ഏരിയർ ഉണ്ട്. അങ്ങനെ ഒരുപാട് എല്ലാ പ്രായക്കാർക്കും ആസ്വദിക്കാൻ പറ്റിയ ഒരു ഇടമാണ്. എല്ലാവരും സ്വാഗതം.
ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 200 പേർക്ക് ഒപ്പം സ്റ്റേ ചെയ്യാൻ പറ്റുന്ന നല്ല ഡോർമെട്രികളും അതേപോലെ സാധാ ബെഡ്റൂമുകളും എല്ലാം ഉണ്ട് കേട്ടോ. നല്ല വൃത്തിയോട് കൂടിയാണ് കേട്ടോ. എല്ലാ സൗകര്യത്തോടു കൂടികളാണ് ഇവിടെ ഇവർ തയ്യാറാക്കിയിട്ടുള്ളത് ഈ ഒരു പാർക്ക്. ഹായ് ഹലോ മക്കളെ, ഇവിടെ വന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.